ഹാൻഡിൽ വരുന്ന അറ്റത്തിൽ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അടുത്ത ഭാഗം ഇതിലോട്ട് വെച്ച് ടൈറ്റ് ചെയ്യുക. നമസ്കാരം, AK റൈഡറാണ്. ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ടോട്ടൽ ബൗഡർ സ്റ്റക്കായി പൊട്ടാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. വഴിയിലൊക്കെ നമ്മുടെ ആക്സിലേറ്റർ ബൗഡർ പൊട്ടാൻ സാധ്യതയുണ്ട്. ഈ റോയൽ എൻഫീൽഡിനാണ് മെയിനായിട്ടും കേട്ടോ. അപ്പോൾ വഴിയിൽ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറെ ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ പുതിയ കേബിൾ ഇടുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പഴയ കേബിളായിരുന്നാലും ഇളക്കി ഒന്ന് ലൂബ് ചെയ്തിടുന്ന വീഡിയോ ആണ്. ലൂബ് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളൊരു രീതിയിലാണ്. നമ്മളിതേപോലെ ഒരു കുപ്പി എടുക്കുക കേട്ടോ. ചെറിയൊരു ബോട്ടിൽ, പെപ്സിയുടെ ഏതെങ്കിലും ഒരു ബോട്ടിൽ എടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഗ്യാപ്പിന് ഇതുപോലെ ഒന്ന് ഹോൾ ചെയ്യുക കേട്ടോ. ഹോൾ ചെയ്തതിന് ശേഷം നമുക്ക് ആക്സിലേറ്റർ, ഇത് പുതിയ കേബിളാണ് കേട്ടോ. ഇത് പുതിയ കേബിളാണ് എടുത്തിട്ടുള്ളത് നമ്മൾ, പഴയതല്ല, പുതിയ കേബിൾ. ഇപ്പോൾ ഇതിൽ കേബിൾ മാറ്റാനുള്ളതാണ് ഈ വണ്ടിക്ക്. എല്ലാ കേബിളും മാറണം. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ആക്സിലേറ്റർ കേബിളും മാറണം കേട്ടോ. ആക്സിലേറ്റർ കേബിൾ മാറുമ്പോൾ നമുക്കിതും കൂടെ കുറച്ച്, പുതിയ കേബിളായിരുന്നാൽ പോലും, പുതിയ കേബിളായിരുന്നാലും നമുക്ക് ഇതിൽ കുറച്ച് ലൂബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇഞ്ഞറ്റം വരെ വരണം, രണ്ട് സൈഡിൽ കൂടെ കേട്ടോ. ഇത് രണ്ട് സൈഡിൽ കൂടെയും ഇവിടെ വന്നതിന് ശേഷം സ്പ്ലിറ്റ് ആകും കേട്ടോ. അതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം ഇത് സ്പ്ലിറ്റായിട്ടാണ് രണ്ടായിട്ട് പോകുന്നത്. ഒന്ന് TP സെൻസറിലും പോകും, ഒന്ന് നമ്മുടെ കാർബേറ്ററിലും പോകും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് ലൂബ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ, പുതിയതായിരുന്നാലും ശരി തന്നെ, ഒന്ന് ലൂബ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അത്രയും കൂടുതൽ കാലം അത് പെട്ടെന്ന് പൊട്ടാതെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഗ്യാപ്പിനെ ഇതിനകത്ത് കയറ്റണം കേട്ടോ. ഈ ഗ്യാപ്പുണ്ടല്ലോ, ഇതിൻ്റെ അടപ്പിനെ ഇതിനകത്ത് കയറ്റണം. തണ്ട് ഇതിനകത്ത് ഒരാളെ ഉള്ളൂ, അതുകൊണ്ട് ക്യാമറ വയ്ക്കാൻ പാടാണ്. അപ്പോൾ ഇതേപോലൊരു കേബിൾ നമ്മളെടുത്തായിരുന്നു, പുതിയ കേബിളാണ് കേട്ടോ. ഇത് പുതിയ കേബിളാണ്. ഈ പുതിയ കേബിളിൽ നമ്മളിതിവിടെ ലൂബ് ചെയ്യും കേട്ടോ. ഇതുപോലത്തെ ഒരു ഗ്യാപ്പ് എടുക്കുക. ഇതിനെ കുറച്ച് അടിഭാഗം ഇതിനെ കട്ട് ചെയ്യുക. എന്നിട്ട് ഈ അറ്റം കേട്ടോ, നമ്മുടെ ആക്സിലേറ്റർ ഹാൻഡിൽ വരുന്ന അറ്റത്തിൽ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഗ്യാപ്പ്, ഈ കുപ്പിയുടെ ഇതുണ്ടല്ലോ, നമ്മൾ മുറിച്ചെടുത്ത ഭാഗം, ഈ മുറിച്ചെടുത്ത ഭാഗം ഇതിലോട്ട് വെച്ച് ടൈറ്റ് ചെയ്യുക കേട്ടോ. നല്ല അടപ്പും ഇത് പിരി മാറിപ്പോവാതെ ടൈറ്റ് ചെയ്യുക. നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ അകം നമുക്ക് കുറച്ച് തുടച്ച് കൊടുക്കണം, നമ്മൾ അഴുക്കൊന്നും ഇതിനകത്ത് വരാത്ത രീതിയിൽ കേട്ടോ. ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് അറ്റം ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ അറ്റം ഇവിടെ ഉണ്ട്, രണ്ട് ഭാഗമാണ്. എന്നിട്ട് നമ്മൾ ഓയിൽ ഇതിൽ കൂടെ ഒഴിച്ച് കൊടുക്കുക. എടുത്തായിരുന്നു കുറച്ച് ഓയിൽ ഇവിടെ നിറഞ്ഞു നിന്നാൽ മതി കേട്ടോ. അടപ്പൊന്നും നിറഞ്ഞു നിൽക്കില്ല. ഇത്രയും വേണ്ടി വരില്ല. എന്നാലും ഞാൻ ഇത്രയും യൂസ് ചെയ്ത്, എനിക്ക് ഇനി ഇതിൻ്റെ ക്ലച്ചിൻ്റെ കേബിളും കൂടെ നമുക്ക് ഇത് ചെയ്യേണ്ടിയുണ്ട്. ഒരു ലേശം കളയും കേട്ടോ, എന്നാലും കുഴപ്പമില്ല. കുറച്ച് കളഞ്ഞു, അത് ചരിച്ചപ്പം കളഞ്ഞു, കുഴപ്പമില്ല. അതിന് ശേഷം ഇതിനെ നമുക്ക് കേബിളിനെ മുമ്പോട്ടും ബാക്കിലോട്ടും ആക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കാണാമല്ലോ. ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ താഴെ ഓയിൽ വരുന്നത് നോക്കിക്കൊള്ളണം. നമ്മൾ ക്യാമറ ട്രൈപോഡിലെടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഒരാളെ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതിങ്ങനെ കുറച്ച് പ്രാവശ്യം കേട്ടോ, കുറച്ച് പ്രാവശ്യം ആക്കി കൊടുക്കുക. അപ്പോൾ ഓയിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കാർബേറ്റർ കേബിളിൻ്റെ ആ സൈഡിൽ കൂടെ ഇതിങ്ങനെ വന്നോളും. പുതിയ കേബിളായിരുന്നാലും നമ്മളിത് ചെയ്ത് തന്നെ പോകണം കേട്ടോ. പുതിയ കേബിളായിരുന്നാലും നമ്മളിത് ചെയ്യുമ്പോൾ കുറച്ച് കൂടെ ലാസ്റ്റ് ചെയ്യും കേബിൾ കേട്ടോ. പൊട്ടാറാകുമ്പോൾ നമുക്കറിയാൻ പറ്റും. സാധാരണ കേബിൾ പൊട്ടുമ്പോൾ നമുക്ക് ഇൻറ്റിമേഷൻ തരും, ഒന്ന് ഉടക്കും, കേബിൾ കയറി ഉടക്കും. നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ കേബിളൊന്ന് ഉടക്കും. അപ്പോൾ അതിനെ ഉടൻ തന്നെ നമ്മൾ അടുത്ത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നമ്മൾ സ്വന്തമായിട്ട് മാറ്റിക്കൊള്ളുക കേട്ടോ. അല്ലെങ്കിൽ ലോങ് റൈഡൊക്കെ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ലോങ് റൈഡൊക്കെ പോകുമ്പോൾ ഒരു കേബിൾ കരുതുക കയ്യിൽ. രാത്രിയൊക്കെ ആണെങ്കിൽ
നമുക്ക് സ്വന്തമായി മാറാം. നമുക്ക് 2 വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ, യൂട്യൂബ് ചാനലിൽ AK റൈഡറിൽ കേബിൾ മാറുന്ന 2 വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ലൂബ് ചെയ്യില്ല കേട്ടോ. എന്നുവെച്ചാൽ ലൂബ് ചെയ്യുന്നത് നമുക്ക് നല്ലതാണ്, നമ്മൾ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടാൽ മതി കേട്ടോ. വർക്ക്ഷോപ്പിൽ ഇപ്പോൾ നമ്മൾ കൊണ്ടുപോയി അവർക്ക് ഇതിനുള്ള സമയം എന്തായിരുന്നാലും കാണില്ല. നമുക്കൊരു കേബിൾ മാറ്റി പെട്ടെന്ന് നമ്മളങ്ങ് വിടുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ വർക്ക്ഷോപ്പുകാർക്ക് എന്തായിരുന്നാലും സമയം കാണില്ല. അവർ പെട്ടെന്ന് തന്നെ നമ്മളെ കേബിൾ മാറി നമ്മളങ്ങ് വിടും. പക്ഷേ നമുക്കിത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൂബൊക്കെ ചെയ്ത് സമാധാനമായിട്ട് പതുക്കെ ഫിറ്റ് ചെയ്യാം കേട്ടോ. താഴെ ഓയിൽ വരുമ്പോൾ ഞാൻ കാണിക്കാം. ഓക്കെ, ആക്സിലേറ്റർ കേബിൾ മാറുമ്പോഴത്തേക്ക് ഒന്ന് ചെയിനിൽ നമ്മുടെ ഈ ഗ്രിപ്പ് ഉണ്ടല്ലോ, ആക്സിലേറ്റർ ഗ്രിപ്പ്, ഇതും കൂടെ ഒന്ന് ഇളക്കി അതിൻ്റെ അകം ഒന്ന് തുടച്ച് ചില ഗ്രീസ് കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സ്മൂത്താകും കേട്ടോ. നമുക്ക് ആക്സിലേറ്റർ കൊടുക്കാനൊക്കെ വളരെ സ്മൂത്താകും. ഇതിനെ ഇളക്കാം. ചിലതിൽ ഗ്രിപ്പ് കാണും, ഇതിൻ്റെ കൈ വെയിറ്റ്, ഹാൻഡിൽ വെയിറ്റ് ഉണ്ട്, ആ വെയിറ്റ് ഇളക്കുക. 5-ൻ്റെ അല്ലെങ്കിലാണ് കേട്ടോ ഇത്. ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഗ്രിപ്പിനെ ഊരിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഇത് ഊരിയെടുക്കാം. ഊരിയെടുത്തതിന് ശേഷം നമുക്കിതിനെ ഇളക്കിയെടുക്കാം കേട്ടോ. ഇളക്കി ഇങ്ങനെ എടുക്കാം. ഇത് നന്നായിട്ട് ഇതിനകം തുടയ്ക്കണം. ഗ്രിപ്പ് വേറെ പുതിയത് ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടില്ല, ഇത് തന്നെ യൂസ് ചെയ്യാം. ഇവിടെയൊക്കെ നന്നായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് തുടച്ചിട്ട് നല്ല ഗ്രീസ് ചെയ്യണം. ഗ്രീസ് ചെയ്തിട്ട് ഇതിനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആക്സിലേറ്റർ ബൗഡർ, ആക്സിലേറ്റർ കേബിൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്രീ ആകും. കൂടുതൽ ഗ്രീസ് വേണ്ടെങ്കിൽ കുറച്ച് ഗ്രീസ്. ഇങ്ങനെ പുരട്ടി കൊടുക്കുക. ഓയിലിട്ടാലും ഗ്രീസ് ഇല്ലെങ്കിലും ഓയിലായിരുന്നാലും മതി. ഓയിലാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് പോകും. പക്ഷേ ഇതാകുമ്പോൾ നന്നായിട്ട് നല്ല ഗ്രിപ്പായിട്ട് കിടക്കും കേട്ടോ. ഇനി നമുക്ക് കേബിളിൽ, ആക്സിലേറ്റർ കേബിളിൽ ഓയിൽ ഇനി താഴെ വരെ വന്നിട്ടുണ്ടാകുന്നു. ഇനി അടുത്ത് നോക്കാം. ഗ്രിപ്പ് ഇതിനകത്ത് നന്നായിട്ട് തുടയ്ക്കണം കേട്ടോ. ഇതിനകത്ത് നന്നായിട്ട് തുടയ്ക്കുക. അകം വരെ നന്നായിട്ട് തുടയ്ക്കുക. പഴയതുണ്ടെങ്കിൽ അത് പോകണം, എങ്കിലേ നമ്മൾ ഗ്രീസ് ഇട്ടിട്ട് കാര്യമുള്ളൂ. ഇങ്ങനെ തുടയ്ക്കണം. പിന്നെ തുടച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രീ ആകും അകത്ത് ഈ സൈഡ്. പുതിയ ഗ്രിപ്പാണെങ്കിൽ പോലും ലേശം ഗ്രീസ് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇവിടെ ഇട്ട് ഇളക്കിയിട്ട് ഇടുമ്പോൾ ഗ്രീസ് ഇട്ടിട്ട് പുതിയ ഗ്രിപ്പ് ഇട്ടാലും കുഴപ്പമില്ല. അതിന് ശേഷം നമുക്ക് ഇതിനെ തന്നെ ഇട്ട് കൊടുക്കുക. നല്ല സെറ്റായി. ഇതിട്ട് മുറുക്കി കൊടുക്കുക. ഇതും വെയിറ്റും പഴയതായി, അതൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ഇതിനെ സാധനത്തിന് ഒരുപാട് ആയി. നമ്മൾ അദ്ദേഹം പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ പൈസ ആയിട്ടുണ്ട്. നമ്മൾ വണ്ടിയെല്ലാം പണി ചെയ്തിട്ട് തീർന്നതിന് ശേഷം നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. വണ്ടി പണി ചെയ്ത് തീർന്നതിന് ശേഷം എത്ര രൂപ മൊത്തത്തിലായി എന്നുള്ളത് നമ്മൾ പറയാം കേട്ടോ. തൽക്കാലം ഇതിങ്ങനെ പോകും. നല്ല ഫ്രീ ആവും. ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ അറിയാതെ തന്നെ നമുക്ക്, അല്ലെങ്കിൽ കൈക്ക് നല്ല ഒരു പെയിനൊക്കെ ഉണ്ടാവും. ഇതാകുമ്പോൾ നല്ല സ്മൂത്തായിരിക്കും. ഇങ്ങനെ അങ്ങ് കൊടുക്കുക. കൂടുതൽ ടൈറ്റില്ല, അത്യാവശ്യത്തിന് ടൈറ്റ് മതി. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ നമ്മളിങ്ങനെ വച്ചിരുന്നു കേട്ടോ. ഇതിനകത്ത് വേണ്ട ഓയിലുണ്ട്. ഇവിടെ കൂടെ ചെറുതായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതുണ്ട്, ചെറുതായിട്ട് കിരിയുന്നുണ്ട്. ഇതുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. നമ്മുടെ ആക്സിലേറ്റർ കേബിൾ ലൂബിങ്ങിനുള്ള വീഡിയോ ആണ്, ചെറിയ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ എത്താൻ കഴിയും. ഓക്കെ, താങ്ക് യു.